എല്ലാവർക്കും നമസ്കാരം. ഇപ്പം തന്നെ നമ്മളെ ആങ്കർ പറയുകയാണ് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാൻ പാടും. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടൂന്ന് നിർദ്ദേശമുണ്ട്, അധികം സംസാരിക്കരുത്, കാരണം ഒരുപാട് പരിപാടികൾ അതാണ് പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം 83 ഞങ്ങൾ കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് പിരിഞ്ഞുപോയ ആളുകളാണ്. 15 വയസ്സ് ആകുമ്പോഴേക്കും SLC പരീക്ഷ എഴുതി എല്ലാവരും എല്ലാ വഴിക്കും പോയി. എല്ലാ മേച്ചിൽപ്പുറങ്ങളും തേടി നടന്ന് അവസാനം ഒരു 42 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒരുമിക്കുമ്പോഴേക്കും ഈ ആളുകളൊക്കെ പല രീതിയിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുറേ ആളുകൾ രാഷ്ട്രീയക്കാരായി, കുറേ ആളുകൾ കച്ചവടക്കാരായി, കുറേ ആളുകൾ നല്ല നല്ല ജോലികളായി, ഉദ്യോഗസ്ഥന്മാരായി, കൂലിപ്പണിക്കാരായി. അവരെയൊക്കെ ഒരു കുടക്കീയിൽ കൊണ്ടുവരാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂട്ടായ്മ ഇപ്പോൾ 2-3 വർഷമായി നമ്മളെ എല്ലാ വർഷവും നമ്മൾ ഈ വാർഷിക ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്രാവശ്യം നമ്മളെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓരോ കൂട്ടായ്മകൾ ഉണ്ടാകുന്ന സമയത്തും ഓരോ അനുഭവങ്ങളാണ് ഓരോർക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്നതാണ്, പല സ്ഥലങ്ങളിലും കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇപ്പം അടുത്ത് നമ്മളൊരു കൂട്ടായ്മ കണ്ടു. ആ കൂട്ടായ്മയിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന ആൾ പറയാണ്, ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് LSSന് നല്ല മാർക്കായിരുന്നു, LSS കിട്ടിയിരുന്നു, അതോടൊപ്പം തന്നെ USS കിട്ടിയിരുന്നു, SLCക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിരുന്നു, ഞാൻ PG കഴിഞ്ഞാണ്, B.Ed എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ ചായ കച്ചവടമെന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചത് B.Edഉം അതേപോലെ തന്നെ M.Ed ഒക്കെ എടുത്തിട്ട് വലിയൊരു ഉദ്യോഗസ്ഥനായി മാറി എന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്താണ്, എനിക്ക് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ചായ കച്ചവടം. അപ്പോൾ ഏത് മേഖലകളിലേക്കാണ് ഞങ്ങൾ പോയത് എന്ന് ഞങ്ങൾക്ക് പോലും അറിയാത്ത ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, സുരക്ഷിതമായൊരു ഭാവി മുന്നിലുണ്ടായിരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങൾ പല മേഖലകളിലേക്കും തിരിഞ്ഞത്. അവസാനം വിഭിന്ന സ്വഭാവവും അതേപോലെ തന്നെ വിഭിന്ന ജോലികളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മ സന്തോഷത്തിൻ്റെതാവട്ടെ, ഉത്സവത്തിൻ്റെതാവട്ടെ, ഈ കൂട്ടായ്മ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു കെട്ടുറപ്പുള്ള ഒരു കൂട്ടായ്മയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ സഹദേവൻ കെ, വൈസ് പ്രസിഡന്റാണ്. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, രതീശ മാഷ് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിലും ആ ജോലികളിലുണ്ടെങ്കിലും അതിൽ പല രീതിയിൽ നിന്നും നമുക്ക് ഒരു വിഭാഗത്തെ രതീശ മാഷ് വിട്ടുപോയി. ഗൾഫുകാർ നമ്മുടെ സുഹൃത്തുക്കളിൽ ഒരു നല്ലൊരു വിഭാഗം ഗൾഫുകാരുണ്ട്, അവരെ രതീശ മാഷോട് വിട്ടുപോയി. അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ 83 എന്ന ഈ കൂട്ടായ്മ രൂപപ്പെടാൻ സജീവൻ എന്ന നമ്മുടെ ഏറ്റവും ഒരു സുഹൃത്തായ സജീവനാണ് ഇതിന് നേതൃത്വം അടിത്തറ നൽകിയത്. ഈ സജീവൻ്റെ ഈ കൂട്ടായ്മ ഇതിലേക്ക് രൂപപ്പെട്ടു വന്നത് അത് വലിയൊരു എത്രത്തോളം നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യത്തിലേക്കാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാർഷികം മാത്രമല്ല, നമുക്ക് മാസങ്ങളായിട്ടുള്ള ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അത് നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുമ്പം നമ്മുടെ കൂട്ടായ്മയിൽ അതൊക്കെ എത്രയോ സന്തോഷം നിറഞ്ഞ ഓരോ അനുഭവങ്ങളായി മാറുന്നു. പിന്നെ ഓരോ മാസങ്ങളും കാത്തിരിക്കുകയാണ് നമ്മൾ എവിടെയും കൂട്ടുകൂടും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരം ഈ ഒരു 83 എന്ന ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ സജീവനും മറ്റ് സഹപാഠികളായിട്ടുള്ളവർ നമുക്ക് ഇതിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്തു വെച്ചത്. ഇത്തരം നല്ല കൂട്ടായ്മ കൊണ്ട് നമുക്ക് നമ്മുടെ ആ 40-45 കൊല്ലം മുമ്പേയുള്ള ഓർമ്മകളും അതൊക്കെ ഇന്ന് എത്രയോ നല്ല സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുടുംബ സംഗമം ഈ രീതിയിൽ നടത്താൻ കഴിഞ്ഞതിലും ഇത്തരം കാര്യങ്ങൾക്ക് ഇനിയും നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ നമ്മളെ ഈ കമ്മിറ്റി കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത ആശംസ അർപ്പിക്കുന്നത് ശ്രീ സുരേഷ്
കുഞ്ഞിക്കണ്ടി അവറുകളാണ്, വൈസ് പ്രസിഡന്റാണ്. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സുരേഷ് ചേട്ടനെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പിന്നെ നമ്മളെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ പ്രേമേട്ടൻ, പിന്നെ രഘുവേട്ടൻ, അതുപോലെ തന്നെ എത്തിച്ചേർന്ന നമ്മളെ അതിനിടയിൽ മുരളി നമ്മളെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എന്നെ പറയണം, അതുകൊണ്ട് ബേക്കിൽ മുരളി അവനാണ് മേക്കപ്പ്. അങ്ങനെ ഈ എത്തിച്ചേർന്ന എല്ലാ തിരക്കുകളും ഈ ഞായറാഴ്ചയായിട്ടും ഇങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നത് തന്നെ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇതിനൊരു ഒരു കൂട്ടായ്മയ്ക്ക് നമുക്ക് പ്രചോദനമായി നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട സജീവൻ തന്നെയായിരുന്നു. ആ സമയത്ത് തന്നെ സജീവൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ, അതിൽ കൂടുതൽ പറയുകയാണെങ്കിൽ പീതാംബര മാഷ് അന്ന് എല്ലാവരെയും യോജിപ്പിക്കാനും നമ്മളെ കൂട്ടായ്മ കുറച്ചും കൂടിയും ഇതിലും 165 170 പേരിലെടുത്തിലാണ് നമ്മളിപ്പോൾ ഒരു 50-55 ചുരുങ്ങിയത്. അപ്പോൾ എന്തിരുന്നാലും ഈ ഒരു സന്തോഷത്തിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഞാനും എനിക്ക് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും പിന്നെ ഭാര്യയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം. ഇങ്ങനെ ഒരു അവസരം എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാവുന്നല്ല. എന്നാൽ ഈ ഒരു നല്ലൊരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ചേരാനായത് വളരെ ഭാഗ്യമായിട്ട് വരുന്നു, പ്രത്യേകിച്ച് പ്രേമാട്ടൻ്റെ കൂടെ. താങ്ക് യു. അടുത്തായി ആശംസ അർപ്പിക്കുന്നത് ശ്രീ ദിനേശൻ ചോളംവയൽ, ട്രഷറർ കൂടിയാണ് അദ്ദേഹം. ശ്രീ ദിനേശൻ ചോളംവയൽ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 40 വർഷം മുന്നേ വടകര BMI സ്കൂളിൽ പഠിച്ച് പല വഴിക്ക് പിരിഞ്ഞുപോയ എല്ലാവരും ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുകയാണ്. അതേപോലെ ഇനിയും തുടർന്നും നിങ്ങളെല്ലാവരും സഹകരണവും സഹായവും ഈ കൂട്ടായ്മയ്ക്ക് വേണം. എല്ലാവരും മുൻപന്തിയിൽ ഉണ്ടായിരിക്കുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മൾ ഔപചാരികമായി ഈ ഒരു ഉദ്ഘാടന സദസ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ബാലചന്ദ്രൻ, ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം, ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വടകര BM83യുടെ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട പ്രേംകുമാറിന് ആദ്യമായി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സഹപാഠികളും സദസ്സിലിരിക്കുന്ന സഹപാഠികൾക്കും സഹധർമ്മിണികൾക്കും BM83യുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആരെങ്കിലും ഇത് നന്ദി രേഖപ്പെടുത്താൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അധ്യക്ഷൻ്റെ അനുവാദത്തോടുകൂടി ഈ ഒരു ഉദ്ഘാടന സദസ്സ് അവസാനിച്ചതായി അറിയിക്കുകയാണ്. ഇനി കലാവിരുന്നിലേക്ക് കിടക്കുകയാണ് നമ്മൾ.